നമസ്കാരം. റേഡിയോ മുക്കം പ്രധാന വാർത്തകൾ. മുക്കത്ത് കടകൾക്ക് മുൻപിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. നടപടി ആവശ്യപ്പെട്ട് നഗരസഭാധ്യക്ഷന് നിവേദനം സമർപ്പിച്ച് വ്യാപാരികൾ. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കൗമാരക്കാർക്കുള്ള മാനസികാരോഗ്യ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. ഹരിത ബിസിനസ് പ്ലാനുമായി മുക്കം നഗരസഭ. ചെറുവാടി പൊറ്റമ്മൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ചുറ്റുമതിൽ തകർന്നതായി പരാതി. വാർത്തകൾ വിശദമായി. മുക്കത്ത് കടകൾക്ക് മുൻപിൽ വാഹനങ്ങൾ നിർത്തിപ്പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതിൽ നടപടി ആവശ്യപ്പെട്ട് നഗരസഭാധ്യക്ഷന് നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് വ്യാപാരികൾ. മുക്കം നഗരത്തിൽ നിന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് ബസ്സുകളിൽ യാത്ര ചെയ്യാനെത്തുന്നവർ കച്ചവട സ്ഥാപനങ്ങളുടെ മുന്നിൽ ദീർഘനേരം വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവായതായാണ് പരാതി. ഇതോടെ സാധനം വാങ്ങാനെത്തുന്നവർക്ക് വാഹനം നിർത്തി കടകളിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. കച്ചവടത്തെ സാരമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി സമിതി മുക്കം യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് വാവാച്ചിയുടെ നേതൃത്വത്തിലാണ് മുക്കം നഗരസഭാധ്യക്ഷന് നിവേദനം സമർപ്പിച്ചത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൻ്റെയും GRCയുടെയും നേതൃത്വത്തിൽ ചെറുവാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ കൗമാരക്കാർക്ക് വേണ്ടിയുള്ള മാനസികാരോഗ്യ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഷീന അധ്യക്ഷത വഹിച്ചു. കുതിരവട്ടം ജില്ലാ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം പ്രൊജക്റ്റ് ഓഫീസിലെ രമ്യ ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപിക MN നിഷ, കമ്മ്യൂണിറ്റി കൗൺസിലർ ആദിത്യ, CDS മെമ്പർ കസ്ന, ഷമീമ എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത ഹരിത ബിസിനസ് പ്ലാനുമായി മുക്കം നഗരസഭ. ഹരിത കർമ്മസേനയ്ക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ആക്രി സാധനങ്ങൾ ഉൾപ്പെടുന്നവ ഗുണഭോക്താക്കൾക്ക് വില നൽകി ശേഖരിക്കുന്ന പദ്ധതിയാണ് നടപ്പിലാവുന്നത്. KSWMPയും മുക്കം നഗരസഭയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാരശ്ശേരിയിൽ നടക്കുന്ന മുക്കം ഡിവിഷൻ SSF സാഹിത്യോത്സവ് ഇന്ന് സമാപിക്കും. ചെറുവാടി പൊറ്റമ്മൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ ചുറ്റുമതിൽ തകർന്നതായി പരാതി. നിത്യേന ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഇത് ഭീഷണിയാണെന്നും ഉടൻ പരിഹാര നടപടി കൈക്കൊള്ളണമെന്നും നാട്ടുകാരായ CP റംഷാദ്, യാസിർ, നിസാർ അഹമ്മദ് എന്നിവർ ആവശ്യപ്പെട്ടു. ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം തകർന്നത് ഓഫീസ് കെട്ടിടത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. റേഡിയോ മുക്കത്തിലൂടെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.